സോ ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ബോർ ആറ്റം മോഡലിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ബോർ ആറ്റം മോഡലിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിന് ഇൻ പെർട്ടിക്കുലർ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ടോട്ടൽ എനർജി അതുപോലെ തന്നെ റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ പെർട്ടിക്കുലറായിട്ട് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. അതായത് ഇലക്ട്രോൺ ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക് ചാടുമ്പോൾ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ആ റേഡിയേഷൻസിൻ്റെ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും നമ്മൾ കണ്ടുപിടിച്ചു. സോ നമുക്ക് ജസ്റ്റ് ഇക്വേഷൻ ഒന്നുകൂടി എഴുതാം. സോ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ മ്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് me⁴ ഡിവൈഡഡ് ബൈ 64 π³ epsilon 0 square h cut cube into 1 by n2 square minus 1 by n1 square. ഓക്കെ, സോ ഇതാണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടിയ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിറൈവ് ചെയ്താണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ലാംഡ ഈസ് ഈക്വൽ ടു സി ബൈ മ്യൂ കൊടുത്തിട്ട് നമ്മൾ ലാംഡ കണ്ടുപിടിച്ചു. ലാംഡ കിട്ടിയത് എങ്ങനെയാണ്, 64 π³ epsilon 0 square h cut cube c divided by me⁴. Okay, me⁴ into n1 square n2 square divided by n1 square minus n2 square. ഓക്കെ, സോ ഇത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടിയിരുന്നു. അതിൽ ഈ ടേമിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു 1/r∞ കൊണ്ട് കൊടുത്തു. സോ 1/r∞ ഇൻറ്റു n1 square n2 square divided by n1 square minus n2 square. ഓക്കെ, ഇതിൽ r∞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് വാല്യൂ എങ്ങനെയായിരുന്നു, me⁴ divided by 64 π³ epsilon 0 square h cut cube c. ഓക്കെ, ഇതാണ് റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് വാല്യൂ. സോ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലുള്ള റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ആയിരുന്നു എന്ത് ചെയ്തത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ചത്. ഫ്രീക്വൻസി അതുപോലെ തന്നെ വേവ് ലെങ്ത്തും. ഇതിൽ n1 ഡിഫറൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ലൈമൻ, ബാൽമർ, പാസ്റ്റൻ, ബ്രാക്കറ്റ്, ഫണ്ട് എന്ന് പറയുന്ന ഓരോ വാല്യൂസ് കിട്ടും. അതായത് n1 1 കൊടുക്കുമ്പോൾ നമുക്ക് ലൈമൻ സീരീസ് കിട്ടും, n1 2 കൊടുക്കുമ്പോൾ പാസ്റ്റൻ സീരീസ്, 3 കൊടുക്കുമ്പോൾ ബ്രാക്കറ്റ്, പിന്നെ 4 കൊടുക്കുമ്പോൾ ഫണ്ട്, അങ്ങനെ ഓരോ ലൈമൻ, പാസ്റ്റൻ, ബ്രാക്കറ്റ് ആ ഓരോ എന്ത് കിട്ടുന്നത്, ഓരോ സീരീസുകൾ നമുക്ക് കിട്ടുക. ഓക്കെ, സോ n1 1 2 3 4 5 പറഞ്ഞിട്ടുള്ള വാല്യൂസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് ഓരോ സീരീസുകൾ കിട്ടുക. അതായത് 1 കൊടുക്കുമ്പോൾ ലൈവൻ സീരീസ്, പിന്നെ ബാൽമർ, പാസ്റ്റൻ, ബ്രാക്കറ്റ്, ഫണ്ട് എന്ന് പറയുന്ന ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഇനി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിറ്റ്സ് കോമ്പിനേഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, റിറ്റ്സ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂദർഫോർഡ് മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു റിറ്റ്സ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, റിറ്റ്സ് കോമ്പിനേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ certain frequencies in emission spectra can be added to give other frequencies. അതാണ് റിറ്റ്സ് കോമ്പിനേഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞത്. അതായത് നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ഫ്രീക്വൻസി, ഓക്കെ, ഇതാണ് ഫ്രീക്വൻസി ഓഫ് സ്പെക്ട്രയുടെ ഫ്രീക്വൻസി ആണ്. അത് അബ്സോർപ്ഷൻ ആവാം, എമിഷൻ ആവാം. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം അബ്സോർപ്ഷൻ ആണോ എമിഷൻ ആണോ എന്നുള്ളത്. പക്ഷേ അബ്സോർപ്ഷൻ ആണെങ്കിലും എമിഷൻ ആണെങ്കിലും രണ്ടിനും ഈ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ റിറ്റ്സ് കോമ്പിനേഷൻ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില സെർട്ടൻ ഫ്രീക്വൻസീസ്, ഇപ്പോൾ സപ്പോസ് n3 ലെവലിൽ നിന്ന് n2 ലെവലിലേക്ക്, അങ്ങനെ ഓരോ ലെവലിലുള്ള ഫ്രീക്വൻസി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ചില സെർട്ടൻ ഫ്രീക്വൻസീസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വേറെ ഫ്രീക്വൻസി നമുക്ക് കിട്ടും. അതായത് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കി നോക്കാം, അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. അതായത് കൺസിഡർ എ ട്രാൻസിഷൻ ഫ്രം, അതായത് ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്, ട്രാൻസിഷൻ നടത്താണ് ഏത് ലെവലിൽ നിന്ന് ഏത് ലെവലിലേക്ക്, n3 to n2. ഓക്കെ, അതായത് ഇങ്ങനെയാണ് ഹൈഡ്രജൻ്റെ എനർജി ലെവലുള്ളത് n1, ഇത് n2, ഇത് n3. ഓക്കെ, സോ ഇവിടെയാണ് നമ്മൾ ഇലക്ട്രോൺ ആദ്യമുള്ളത് വിചാരിക്കുക. ഇലക്ട്രോൺ എന്ത് ചെയ്യണം, n3 നിന്ന് n2ലേക്ക് ചാടുകയാണെന്ന് വിചാരിക്കുക.
ഓക്കെ, n3 ഇലക്ട്രോണിക്ക് ചാടുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് എഫ് എന്ന് കൊണ്ട് കൊടുക്കാം. എഫ് n3 to n2. ഓക്കെ, എന്താണ് ഇക്വേഷൻ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഇതിൽ me⁴ ഡിവൈഡഡ് ബൈ 64 π ക്യൂബ് എപ്സിലോൺ 0 സ്ക്വയർ h കട്ട് ക്യൂബിന് എന്ത് കൊടുക്കാം? r ഇൻഫിനിറ്റി ഉണ്ട് അല്ലേ. സോ നമുക്ക് ഈ ഇക്വേഷൻ ഒന്നുകൂടി മാറ്റി എഴുതാം. ഇക്വേഷൻ നമ്പർ 1 ആണെങ്കിൽ ഇക്വേഷൻ 1 ഒന്നുകൂടി നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? ന്യൂ ഈസ് ഈക്വൽ ടു, ഇതിൽ ഈ ടേം ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ, പക്ഷേ എക്സ്ട്രാ ഒരു സി ഉണ്ട്. സോ ആ സീനെ ക്യാൻസൽ ചെയ്യാൻ മുകളിലൊരു സി കൊടുക്കേണ്ടി വരും. അപ്പോൾ സി ഇൻറ്റു r ഇൻഫിനിറ്റി ഇൻറ്റു 1/n1 n2 സ്ക്വയർ മൈനസ് 1/n1 സ്ക്വയർ. ഓക്കെ, സോ അതാണ് ഫ്രീക്വൻസി കിട്ടുക, ഇക്വേഷൻ 2. സോ ഈ ഫ്രീക്വൻസി ഇക്വേഷൻ എന്ത് ചെയ്യുക? നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് തീർക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ n1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? n2 ആണ്. ഇവിടുത്തെ n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n3 ആണ്. കാരണം n3 to n2 ആണല്ലോ ട്രാൻസിഷൻ. സോ എഫ് എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും സി ഇൻറ്റു r ഇൻഫിനിറ്റി ഇൻറ്റു 1/n3 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. ഓക്കെ, സി ഇൻറ്റു r ഇൻഫിനിറ്റി ഇൻറ്റു 1/n3 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, അതേപോലെ വേറൊരു ട്രാൻസിഷൻ കൺസിഡർ ചെയ്യാം. ട്രാൻസിഷൻ ഫ്രം n2 to n1. ഓക്കെ, n2 ന്ന് n1ലേക്കുള്ള ട്രാൻസിഷൻ കൺസിഡർ ചെയ്യാം. സോ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? സി ഇൻറ്റു r ഇൻഫിനിറ്റി ഇൻറ്റു 1/n2 സ്ക്വയർ മൈനസ് 1/n1 സ്ക്വയർ. ഓക്കെ, ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, രണ്ടും കൂടി ആഡ് ചെയ്യാം. ഇക്വേഷൻ 3 പ്ലസ് ഇക്വേഷൻ 4 ആഡ് ചെയ്യാം. ഇക്വേഷൻ 3 പ്ലസ് ഇക്വേഷൻ 4 ആഡ് ചെയ്യുമ്പോൾ അതായത് ഇപ്പോൾ n3 to n2 പ്ലസ് എഫ് ഓഫ് n2 to n1 ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും ആഡ് ചെയ്യുക. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ സി ഇൻറ്റു r ഇൻഫിനിറ്റി രണ്ടിൽ കോമൺ ആണ്. സോ അതിന് ഔട്ട് സൈഡ് എടുത്തു. ബാക്കി എന്ത് വരും? 1/n3 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ പ്ലസ് ഇവിടെ 1/n2 സ്ക്വയർ പ്ലസ് 1/n2 സ്ക്വയർ മൈനസ് 1/n1 സ്ക്വയർ. n2 സ്ക്വയർ then 1 സ്ക്വയർ. ഓക്കെ, സോ then 2 സ്ക്വയർ. ഓക്കെ, സോ 3 പ്ലസ് 4 ചെയ്യുമ്പോൾ 1/n3 സ്ക്വയർ മൈനസ് 1/n3 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ പിന്നെ പ്ലസ് 1/n2 സ്ക്വയർ മൈനസ് 1/n1 സ്ക്വയർ. സോ മൈനസ് 1/n2 സ്ക്വയറും പ്ലസ് 1/n2 സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി. സോ ബാക്കിയുള്ള എന്താണ്? സി ഇൻറ്റു r ഇൻഫിനിറ്റി ഇൻറ്റു 1/n3 സ്ക്വയർ മൈനസ് 1/n1 സ്ക്വയർ. ഓക്കെ, സോ ഇതിനെ നമുക്ക് എങ്ങനെയത് മാറ്റും? ദിസ് ഈസ് ആക്ച്വലി ദ ട്രാൻസിഷൻ ഫ്രം എന്താണ് n3 to n1 ഉള്ള ട്രാൻസിഷൻ്റെ എന്താണ്? ഫ്രീക്വൻസിയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് n3 to n1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വെൻ വി ആഡ് ദ ഫ്രീക്വൻസി ഓഫ് ദി ട്രാൻസിഷൻ ഫ്രം n3 to n1 ആൻഡ് n2 to n1 വി ഗെറ്റ് ദി ഫ്രീക്വൻസി ഓഫ് ട്രാൻസിഷൻ ഫ്രം n3 to n1. അതായത് n3 ന്ന് n2ൽക്കും പിന്നെ n2 ന്ന് n1ൽക്കും ഉള്ള ട്രാൻസിഷൻ്റെ ഫ്രീക്വൻസി നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? n3 ന്ന് n1ൽക്കുള്ള ട്രാൻസിഷൻ്റെ ഫ്രീക്വൻസി നമുക്ക് കിട്ടി. ഓക്കെ, നൗ ദിസ് ഈസ് നോൺ ആസ് ദി റിക്സ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? റിക്സ് കറസ്പോണ്ടൻസ് അല്ല, റിക്സ് കോമ്പിനേഷൻ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കാം. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? റിക്സ് കോമ്പിനേഷൻ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കാം. സോ നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ആഡ് ചെയ്യുമ്പോൾ സ്പെക്ട്രത്തിലുള്ള രണ്ട് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുക അതേ സ്പെക്ട്രത്തിലുള്ള മൂന്നാമതൊരു ഫ്രീക്വൻസി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, അതിനെ നമ്മൾ എന്ത് വിളിക്കുക? റിക്സ് കോമ്പിനേഷൻ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുക. ഇതേ സാധനം നമുക്ക് വേണമെങ്കിൽ എനർജിയുടെ ടേംസിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, എനർജിയുടെ ടേംസിൽ എഴുതാൻ ഒന്നുമില്ല, ജസ്റ്റ് എന്താ മതി? ഈസ് ഈക്വൽ ടു h ഇൻറ്റു മ്യൂ ആണ്, അല്ലെങ്കിൽ h ഇൻറ്റു എഫ് ആണ്. സോ എല്ലാ ഭാഗത്തും എന്ത് ചെയ്താൽ മതി? ഒരു h മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും ഇതേ ഇക്വേഷൻ നമുക്ക് എനർജിയുടെ ടേംസിൽ എഴുതാൻ പറ്റും. ഓക്കെ, സോ ഏതാണെങ്കിലും സംഗതി സെയിം തന്നെയാണ്. ഇപ്പോൾ ഫ്രീക്വൻസിയുടെ ടേംസിൽ പറയുകയാണെങ്കിൽ ഒരേ സ്പെക്ട്രത്തിലുള്ള രണ്ട് ഫ്രീക്വൻസീസ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതേ സ്പെക്ട്രത്തിലുള്ള മൂന്നാമതൊരു ഫ്രീക്വൻസി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനാണ് എന്ത് വിളിക്കുക? റിക്സ് കോമ്പിനേഷൻ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുക. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ റൂദർഫോർഡ് മോഡലിന് പറ്റില്ല. ഓക്കെ, റൂദർഫോർഡ് മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ് എന്ത്? റിക്സ് കോമ്പിനേഷൻ പ്രിൻസിപ്പിൾ. പക്ഷേ ബോർ മോഡൽ എന്ത് ചെയ്യാൻ പറ്റും? സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ എനർജിയുടെ ടേംസിൽ എഴുതാം. എനർജി ടേംസ് എന്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ എന്ത് ചെയ്യുന്നത്? മൊത്തത്തിൽ ഒരു എച്ചിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു എച്ചിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തായിട്ട് മാറും? ഈ ഇക്വേഷനൊക്കെ എന്തായിട്ട് മാറും? എനർജി ടേംസിലായിട്ട് മാറും. വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. h ഇൻറ്റു എഫ് ഓഫ്
n3 to n2 plus h into f of n2 to n1 is equal to h into f of n3 to n1. ഓക്കെ, സോ ഇത് എച്ചിൻ്റെ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയാണ്. സോ നമുക്ക് എഴുതാം എനർജി ഓഫ് ട്രാൻസിഷൻ ഫ്രം n3 to n2 പ്ലസ് എനർജി ഓഫ് ട്രാൻസിഷൻ ഫ്രം n2 to n1 ഈസ് ഈക്വൽ ടു എനർജി ഓഫ് ട്രാൻസിഷൻ ഫ്രം n3 to n1. ഈ രീതിയിൽ നമുക്ക് എന്താ പറ്റും, റിച്ച് കോമ്പിനേഷൻ പ്രിൻസിപ്പിളിനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഒന്നെങ്കിൽ ഈ രീതിയിൽ എനർജി ടേംസിൽ എഴുതാം, അല്ലെങ്കിൽ എന്ത് എഴുതാം, ഈ ടേംസിൽ നമുക്ക് ഫ്രീക്വൻസിയുടെ രീതിയിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, നമുക്ക് റിച്ച് കോമ്പിനേഷൻ പ്രിൻസിപ്പിൾ എഴുതാൻ പറ്റും. ഓക്കെ, സോ ഏത് രീതിയിൽ എഴുതി കഴിഞ്ഞാൽ സംഗതി രണ്ടും ഒന്ന് തന്നെയാണ്. സംഗതി ഇത്രേ പറയണുള്ളൂ. ഫ്രീക്വൻസി ടേംസിലാണെങ്കിൽ ഒരേ സ്പെക്ട്രത്തിലുള്ള രണ്ട് ഫ്രീക്വൻസീസ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക അതേ സ്പെക്ട്രത്തിലുള്ള മൂന്നാമത്തെ ഒരു ഫ്രീക്വൻസി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, അതിനെന്ത് വിളിക്കുക, നമ്മൾ റിച്ച് കോമ്പിനേഷൻ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കാം. ക്ലിയർ? ഇനി നമുക്ക് ഈ സ്പെക്ട്രത്തിനെ നമുക്ക് ഒന്നും കൂടി അനലൈസ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു നമുക്ക് 5 ലൈൻസ് ഓഫ് സ്പെക്ട്രങ്ങളാണ് നമുക്ക് ഹൈഡ്രജനിൽ കിട്ടുക. ഓക്കെ, ആദ്യത്തത് ലൈമാൻ സീരീസ്, പിന്നെ ബാൽമർ സീരീസ്, പിന്നെ ബ്രാക്കറ്റ്, പിന്നെ പാസ്റ്റൻ, ലൈമൻ ബാൽമർ പാസ്റ്റൻ, പിന്നെ ബ്രാക്കറ്റ്, അഞ്ചാമത്തെ ഫണ്ട്. ഓക്കെ, സോ ഈ രീതിയിലുള്ള 5 സീരീസുകളാണ് എന്തിലുള്ളത്, ഹൈഡ്രജൻ സ്പെക്ട്രത്തിലുള്ളത്. ഇത് n1ൻ്റെ വാല്യൂസ് മാറുന്നതിനനുസരിച്ച് n1ന് 1 കൊടുക്കുമ്പോൾ ലൈമൻ സീരീസ് കിട്ടും, n1ന് 2 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബാൽമർ, പിന്നെ 3 കൊടുക്കുമ്പോൾ പാസ്റ്റനും, 4 കൊടുക്കുമ്പോൾ ബ്രാക്കറ്റ്, 5 കൊടുക്കുമ്പോൾ ഫണ്ട്. ഇങ്ങനെ ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒബ്റ്റെയിൻ ചെയ്യാം. ഇതിൽ ലൈമൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൾട്രാ വയലറ്റ് റീജിയനിലായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യുമ്പോൾ നമുക്ക് അൾട്രാ വയലറ്റ് റീജിയനിലാണ് കിട്ടുക. ബാൽമർ സീരീസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വിസിബിൾ റീജിയനിലാണ് ഫ്രീക്വൻസി കിട്ടുക. പാസ്റ്റനും ബ്രാക്കറ്റും ഫണ്ടൊക്കെ എന്താണ് IR റീജിയനിൽ, ഇൻഫ്രാറെഡ് റീജിയനിലാണ് എന്ത് കിട്ടുക, അതിൻ്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്പെക്ട്രം 2 ടൈപ്പ് ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. അബ്സോർപ്ഷൻ സ്പെക്ട്രം ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, എമിഷൻ സ്പെക്ട്രം ഉണ്ട്. ഈ ലൈമനും ബാൽമറും പാസ്റ്റനും ബ്രാക്കറ്റും ഫണ്ടൊക്കെ അബ്സോർപ്ഷൻ ആണോ എമിഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ലൈമൻ സീരീസ് 2 തരത്തിലുള്ള സ്പെക്ട്രം നമുക്ക് തരും. അതായത് അബ്സോർപ്ഷനും തരും, അബ്സോർപ്ഷൻ ആൻഡ് എമിഷൻ. ഓക്കെ, അബ്സോർപ്ഷൻ ആൻഡ് എമിഷൻ. ലൈമൻ സീരീസിൽ എന്തുണ്ടായിരിക്കും, അബ്സോർപ്ഷൻ സ്പെക്ട്രം ഉണ്ടായിരിക്കും, എമിഷൻ സ്പെക്ട്രം ഉണ്ടായിരിക്കും. ബാക്കിയുള്ള എല്ലാത്തിനും നമുക്ക് എന്തുള്ളൂ, എമിഷൻ ഓൺലി. ബാക്കിയുള്ള എല്ലാത്തിനും എന്താണ്, എമിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ലൈമൻ സീരീസിൽ മാത്രമാണ് എന്തുണ്ടാവുക, അബ്സോർപ്ഷൻ സ്പെക്ട്രം ഉണ്ടാവുക, അതേപോലെ തന്നെ എമിഷൻ സ്പെക്ട്രം ഉണ്ടാവുക. ബാക്കിയുള്ള 4 ബാൽമർ, പാസ്റ്റൻ, ബ്രാക്കറ്റ്, ഫണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, എമിഷൻ സ്പെക്ട്രം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഈ ഒരു റീസണും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയിരുന്നില്ല, റൂദർഫോർഡിന് പറ്റിയിരുന്നില്ല. എന്തുകൊണ്ടാണ് ലൈമന് മാത്രം എന്താ പറയുക അബ്സോർപ്ഷനും എമിഷനും ബാക്കിയുള്ള ആൾക്കാർക്കും അബ്സോർപ്ഷൻ ഇല്ലാത്തത് എന്നുള്ളതും ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല, റൂദർഫോർഡിന് പറ്റിയിരുന്നില്ല. പക്ഷേ ബോർ അതിനും എന്ത് ചെയ്തു, ഒരു എക്സ്പ്ലനേഷൻ തന്നു. ഓക്കെ, ബോർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈമൻ സീരീസ് തുടങ്ങുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നാണ് അല്ലേ. n1ൻ്റെ വാല്യൂ 1 ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുക, ലൈമൻ സീരീസ് ഉള്ളത്. ഓക്കെ, സോ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്, അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ താഴ്ത്തുനിന്ന് മുകളിലേക്ക് പോകുന്നതാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഓക്കെ, അപ്പോൾ എപ്പോഴും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, മുകളിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ ഇലക്ട്രോൺ. ഓക്കെ, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, ഇലക്ട്രോൺ എപ്പോഴും മുകളിലേക്ക് പോകാൻ ടെൻഡൻസി ഉണ്ടാവുള്ളൂ. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തിയിട്ടുള്ള ഇലക്ട്രോൺ ഒരിക്കലും പിന്നെ മുകളിലേക്ക് പോകാനുള്ള ഉണ്ടാവുക, അതിനെപ്പോഴും എന്തുണ്ടാവുക, താഴത്തേക്ക് വരാനായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഇൻട്രസ്റ്റ് അല്ല, എപ്പോഴും അതിനൊരു ടെൻഡൻസി ഉണ്ടാവുക. ഓക്കെ, സോ ബാൽമറും പാസ്റ്റനും ബ്രാക്കറ്റും ഫണ്ടൊക്കെ എന്താണ്, അതൊക്കെ n1ൻ്റെ വാല്യൂ 2, 3, 4, 5 അതായത് എക്സൈറ്റഡ് ലെവലുകളിൽ മാത്രം കാണുന്നതാണ് എന്ത്, ബാൽമറും പാസ്റ്റനും ബ്രാക്കറ്റും ഫണ്ടൊക്കെ. സോ ആ ലെവലിൽ എത്തിയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ഒരിക്കലും പിന്നീട് മുകളിലേക്ക് പോകാനുള്ള ആഗ്രഹം ഉണ്ടാവുക, എന്താണ്, എപ്പോഴും താഴത്തേക്ക് വരാനായിരിക്കും ഉണ്ടാവുക, ടെൻഡൻസി ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ടാണ് ബാൽമറും പാസ്റ്റനും ബ്രാക്കറ്റും ഫണ്ടിലൊക്കെ എന്ത് കാണുന്നത്, എമിഷൻ മാത്രം കാണുന്നത്. ലൈമാന് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള സംഗതി ആയതുകൊണ്ടാണ് അതിലെന്തുള്ളത്, അബ്സോർപ്ഷൻ സ്പെക്ട്രയും അതുപോലെ തന്നെ എമിഷൻ സ്പെക്ട്രം രണ്ടും ഒരുമിച്ച് കാണുന്നത്. ഓക്കെ, സോ അബ്സോർപ്ഷൻ സ്പെക്ട്രം, എമിഷൻ സ്പെക്ട്രം ലൈമൻ സീരീസിൽ മാത്രം ഉണ്ടാവുള്ളൂ. കാരണം അത് ഗ്രൗണ്ടിലുള്ള എമിഷൻ ആയതുകൊണ്ടാണ്, ഗ്രൗണ്ടിലുള്ള സ്പെക്ട്രം ആയതുകൊണ്ടാണ്. ബാക്കിയുള്ള 4 സീരീസിലും എന്തുണ്ടാവുള്ളൂ, എമിഷൻ സ്പെക്ട്രം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇതും ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്, റൂദർഫോർഡിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ റൂദർഫോർഡിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും, അതേപോലെ തന്നെ മോഡിഫൈ ചെയ്യുകയാണ് ആര് ചെയ്തത്, ബോർ ചെയ്തത്. ഓക്കെ, സോ ഇനി ബോർ മോഡലിൽ ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് എന്താ പറയുക, ആറ്റംസ് വിത്ത്
ആറ്റംസ് വിത്ത് അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 1. അതായത് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ബോർ മോഡലിൽ ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്തായിരുന്നു, നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രമാണ് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിനെ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ എനർജി കണ്ടുപിടിച്ചതാണെങ്കിലും റേഡിയസ് കണ്ടുപിടിച്ചതാണെങ്കിലും ഇപ്പോൾ റേഡിയേഷൻ്റെ സ്പെക്ട്രത്തിൻ്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും കണ്ടുപിടിച്ചതാണെങ്കിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ബേസിസിലാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, പക്ഷേ നമുക്കറിയാം ഹൈഡ്രജൻ ആറ്റം മാത്രമല്ല ആറ്റംസ് ആയിട്ടുള്ളത്, ഒരുപാട് ഹൈഡ്രജൻ ആറ്റം ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ്, അതിലും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് ആറ്റങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ആക്ച്വലി ബോർ മോഡലിന് എല്ലാ ആറ്റംസിനും സ്പെക്ട്രത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ഓൺലി എക്സ്പ്ലെയിൻ ബോർ മോഡൽ ക്യാൻ only explain Bohr model can only explain hydrogen like atom. Hydrogen like atoms മാത്രമാണ് അതിൻ്റെ സ്പെക്ട്രംസ് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക, ബോർ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഹൈഡ്രജൻ ലൈക്ക് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നടുക്ക് ന്യൂക്ലിയസ് എന്തായിരിക്കും, ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്തോ ആയിക്കോട്ടെ, സെഡിൻ്റെ വാല്യൂ എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഈ ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ടാകാൻ പാടുള്ളൂ, ഒരൊറ്റ ഇലക്ട്രോൺ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, ന്യൂക്ലിയസിന് ചുറ്റും എന്തിനാ മാത്രം പാടുള്ളൂ, ഒറ്റ ഇലക്ട്രോൺ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇങ്ങനത്തെ വരുന്ന ഏത് മോഡലും ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ബോർ മോഡൽ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഹീലിയം എടുക്കുകയാണ് വിചാരിക്കുക. ഓക്കെ, ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. സോ നോർമലി അതിലുണ്ടായിരിക്കും 2 ഇലക്ട്രോൺ ഉണ്ടായിരിക്കണം, പക്ഷേ ഹീലിയം പ്ലസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, അതിൽ ഒറ്റ ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്, പക്ഷേ ഹീലിയം പ്ലസ് ആവുന്നുണ്ടായിരിക്കും, അത് ഒരു അയണൈസ് ചെയ്തിട്ട് ഒരു ഇലക്ട്രോണെ കളഞ്ഞിട്ടുണ്ടായിരിക്കും. സോ ഹീലിയം പ്ലസ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബോർ മോഡൽ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലിഥിയം 2+, ലിഥിയത്തിന് 4 ആണ് വരിക, 3 ആണ് വരിക, അത് 2 ഇലക്ട്രോൺ കളയുമ്പോൾ എന്തായിരിക്കും, ഒരു ഇലക്ട്രോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, എക്സെട്ര. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് ആണ്. അപ്പോൾ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസിനെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബോർ മോഡൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അല്ലാതെ ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺസ് വരുമ്പോൾ, ആറ്റത്തിന് ചുറ്റും ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺസ് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ബോർ മോഡൽ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ അല്ലാത്ത ആറ്റംസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഇക്വേഷൻസ് കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്കൊന്ന് മോഡിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, മോഡിഫൈ ചെയ്യാൻ കാര്യമായിട്ടൊന്നുമില്ല, എന്ത് ചെയ്യുക, നമ്മൾ ഇത്രയും നേരം എഴുതിയിട്ടുള്ള എന്ന് മാത്രമായിരിക്കും നമുക്ക് എല്ലാത്തിലും എഴുതി. ഇപ്പോൾ ഫോഴ്സ് എടുക്കുക വിചാരിക്കാം. ഓക്കെ, ഫോഴ്സ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു, ഫോഴ്സ് നമുക്ക് കിട്ടിയിട്ടുള്ള 1/4πε0 E²/r². ഓക്കെ, ഇതാണ് നമ്മൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ കിട്ടിയത്. നമ്മൾ ഫസ്റ്റ് ബോർ മോഡൽ ഫസ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചതായിരുന്നു. ഇത് ഹൈഡ്രജൻ ആറ്റത്തിനാണ്, 4 ഹൈഡ്രജൻ ആറ്റം. ഇനി ഹൈഡ്രജൻ അല്ലാത്ത എന്ന് പറയുമ്പോൾ Z > 1 ആയിട്ടുള്ള ആറ്റംസിന് എടുക്കുകയാണെങ്കിൽ ഈക്വേഷൻ എങ്ങനെ മോഡിഫൈ ആവും, 1/4πε0 Ze²/r². ഓക്കെ, ഫോർ Z > 1. ഓക്കെ, അപ്പോൾ എന്തായി, E² കൂടെ എന്ത് വന്നു, ഒരു സെഡും കൂടി കയറി വന്നു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ എല്ലാ ഇക്വേഷനും എന്താക്കുക, ഉള്ളിടത്ത് എന്താക്കി മാറ്റുക, Z ആക്കി മാറ്റുക. ഒരു Z എന്ത് ചെയ്യും, എല്ലായിടത്തും എക്സ്ട്രാ കയറി വരും. ഓക്കെ, അത്ര മാത്രമേ വ്യത്യാസം വരുള്ളൂ. അപ്പോൾ എല്ലാ ഇക്വേഷനും നമുക്ക് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ റേഡിയസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്, റേഡിയസ് Rn = 4πε0 h²/me² × n². ഓക്കെ, സോ ഇതാണ് ഫോർ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന് ഒപ്റ്റെയിൻ ചെയ്ത ഇക്വേഷനാണ്. അതായത് വേണമെങ്കിൽ നമുക്ക് എഴുതാം A0n², ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, നോ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് Z > 1 ആണെങ്കിൽ എന്താവും, E² കൂടെ ഒരു സെഡും കൂടി കയറി വരും. സോ ഇക്വേഷൻ എന്തായിരുന്നു പറയും, 4πε0 h² m × Ze² n². ഓക്കെ, ദിസ് ഈസ് ഫോർ Z > 1. അപ്പോൾ ഇതാണ് എന്ത് യൂസ് ചെയ്യുക, ഹൈഡ്രജൻ അല്ലാത്ത ബാക്കിയുള്ള ആറ്റംസിൻ്റെ കാണണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യുക, ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുക. ഇക്വേഷൻ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, Rn = A0n²/Z. ഈ രീതിയിലും നമുക്ക് എഴുതാൻ പറ്റും, ഫോർ Z > 1 അല്ലേ. A0ൻ്റെ കൂടെ ഇതാണ് A0, എൻ്റെ കൂടെ Z കയറി വന്നുള്ളൂ. ഓക്കെ, ഇതേപോലെ നമുക്ക് എനർജി ഇക്വേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. എനർജിയുടെ ഹൈഡ്രജൻ ആയതിന് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു, -me⁴/32π² h² × 1/n². ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഫോർ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന് നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു, ഇതിൻ്റെ എന്ത് വരും,
ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി കൊടുക്കുക. ഇക്വേഷൻ ഇങ്ങനെ മാറ്റി കൊടുക്കുക. ഇ എൻ ഈസ് ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു സെഡ് ഡി സ്ക്വയർ ഹോൾ സ്ക്വയർ ആക്കി കൊടുക്കുക. ഓക്കെ, അതായത് ഈ ഇക്വേഷൻ ഇ റൈസ് ടു 4 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആക്ച്വലി ഇ സ്ക്വയർ ഹോൾ സ്ക്വയർ ആക്കി എഴുതാൻ പറ്റില്ല. അതുപോലെ എന്ത് ചെയ്യുക? സെഡ് ഡി സ്ക്വയർ ഹോൾ സ്ക്വയർ ആക്കി കൊടുക്കുക. ഡിവൈഡഡ് ബൈ 32 പൈ സ്ക്വയർ എപ്സിലോൺ 0 സ്ക്വയർ h cut square into 1 by n square. So which will be is equal to minus m is equal to minus m into z square e raised to 4 divided by 32 pi square epsilon 0 square h cut square into 1 by n square. ഇതാണ് for z greater than 1. ഓക്കെ, സോ ഹയർ സെഡ് ആറ്റംസിന് എന്ത് ചെയ്യുക? നമുക്ക് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ഈ ഇക്വേഷൻസ് എന്ത് ചെയ്യുക? ഇക്വേഷൻസാണ് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഇക്വേഷന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ഇക്വേഷൻ നോക്കുക. ഇപ്പോൾ റേഡിയസിൻ്റെ ഇക്വേഷൻ നോക്കുക. റേഡിയസിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? A0 ഇൻറ്റു n സ്ക്വയർ ഡിവൈഡഡ് ബൈ z ആണ് നമുക്ക് ഇത് കിട്ടിയത്. ഫോർ z ഗ്രേറ്റർ ദാൻ 1 കിട്ടിയത്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? A0 n സ്ക്വയർ ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ A0ൻ്റെ അടിയിൽ എന്ത് വന്നു? ഒരു സെഡിൻ്റെ വാല്യൂ കൂടി വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഹൈഡ്രജനേക്കാളും വലിയ ആറ്റംസ് വരുമ്പോൾ ഉണ്ടായത്. ഓക്കെ, സോ ദി റേഡിയസ് വിൽ ബി മച്ച് ക്ലോസർ ടു ദാറ്റ് ഓഫ് ദി ന്യൂക്ലിയസ്. അപ്പോൾ ഈ റേഡിയസിൻ്റെ വാല്യൂ ആക്ച്വലി എന്ത് ചെയ്യുക? റേഡിയസിൻ്റെ വാല്യൂ കുറയാണ് ചെയ്യുക, അല്ലേ? ഇപ്പോൾ അടിയിലിപ്പോൾ സെഡിൻ്റെ വാല്യൂ കൂടുന്നോടത്തോളം സംഭവിക്കും ഈ ടോട്ടൽ വാല്യൂ എന്ത് ചെയ്യുക? കുറഞ്ഞ് വരികയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? R-ൻ്റെ വാല്യൂ കുറഞ്ഞിട്ടാണ് വരിക, അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ അല്ലാത്ത ബാക്കിയുള്ള ആറ്റംസിൻ്റെ റേഡിയസ് ഒക്കെ എന്ത് ചെയ്യുക? ഇറ്റ് വിൽ ബി മച്ച് ക്ലോസർ ടു ദാറ്റ് ഓഫ് ദി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനോട് ക്ലോസർ ആയിരിക്കും എന്ത്? ഹൈഡ്രജൻ അല്ലാത്ത ബാക്കിയുള്ള ആറ്റംസിൻ്റെ ഒക്കെ റേഡിയസിൻ്റെ വാല്യൂ. സോ റേഡിയസ് ഓഫ് ആ പോയിൻറ്റും കൂടി നോട്ട് ചെയ്യണം. റേഡിയസ് ഓഫ് ഹയർ സെഡ് ആറ്റംസ് വിൽ ബി ക്ലോസർ ടു ന്യൂക്ലിയസ്. കാരണം A0 താഴെ സെഡ് വരുമ്പോൾ സെഡിൻ്റെ വാല്യൂ കൂടുന്തോറും എന്ത് സംഭവിക്കുക? R-ൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുക. അപ്പോൾ R-ൻ്റെ വാല്യൂ കുറയാൻ മീൻസ് റേഡിയസിൻ്റെ വാല്യൂ കുറയാണ്. അപ്പോൾ എന്ത് ചെയ്യും? അത് ന്യൂക്ലിയസിനോട് അടുത്തെടുത്തിട്ടാണ് വരിക. അപ്പോൾ ഹയർ സെഡ് ആറ്റംസിൻ്റെ വാല്യൂ എടുക്കും. അതായത് ന്യൂക്ലിയസ് അല്ലാത്ത ബാക്കിയുള്ള ആറ്റംസിൻ്റെ ഒക്കെ റേഡിയസ് എന്തായിരിക്കും? ഹൈഡ്രജനേക്കാളും എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ എനർജി കേസ് എടുക്കുകയാണെങ്കിലോ, സെഡിൻ്റെ വാല്യൂ മുകളിലാണ് കിടക്കുന്നത്, അല്ലേ? അപ്പോൾ സെഡിൻ്റെ വാല്യൂ കൂടുന്നതോറും എന്ത് ചെയ്യുക? ടോട്ടൽ എനർജി നെഗറ്റീവ് വാല്യൂ കൂടുകയാണ് ചെയ്യാം. ഓക്കെ, സോ എനർജി വിൽ ഹാവ് ലാർജർ നെഗറ്റീവ് വാല്യൂ. ഓക്കെ, എനർജി വിൽ ഹാവ് ലാർജർ നെഗറ്റീവ് വാല്യൂ ഫോർ ഹയർ സെഡ് ആറ്റംസ്. അപ്പോൾ സെഡിൻ്റെ വാല്യൂ കൂടുന്നതോറും സംഭവിക്കും ലാർജർ നെഗറ്റീവ് വാല്യൂ ആണ് ഉണ്ടാവുക എനർജിക്ക് സംഭവിക്കുക. ഓക്കെ, സോ ഇതാണ് ഹൈഡ്രജൻ അല്ലാത്ത ബാക്കിയുള്ള ആറ്റംസിൻ്റെ റേഡിയസും അതേപോലെ തന്നെ എനർജിക്കൊക്കെ സംഭവിക്കുക. സോ ജസ്റ്റ് ഒന്നുമില്ല, ഈ ഉള്ളടത്ത് എന്താക്കി മാറ്റി? നമ്മൾ സെഡ് ആക്കി മാറ്റി. അത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇത്രയാണ് ബോർ മോഡലിൽ വരുന്നത്. ഓക്കെ, സോ ബോർ മോഡലിൽ ഒരു ഡീറ്റെയിൽഡ് എസ്സേ ആയിട്ട് തന്നെ പ്രതീക്ഷിക്കണം. ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അപ്പോൾ ആദ്യം റേഡിയസ് കണ്ടുപിടിച്ചു, പിന്നെ എനർജി കണ്ടുപിടിച്ചു, പിന്നെ വേവ് ലെങ്ത്, ഫ്രീക്വൻസി, ഈ സ്പെക്ട്രത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തത്, റിറ്റ്സ് കോമ്പിനേഷൻ പ്രിൻസിപ്പിൾ, അതേപോലെ തന്നെ ആറ്റംസ് വിത്ത് സെഡ് ഗ്രേറ്റർ ദാൻ 1, അതായത് ഹൈഡ്രജനിലേക്ക് ആറ്റംസിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത്രയും ഭാഗങ്ങൾ ചേരുമ്പോഴാണ് എന്താവുക? ബോറിൻ്റെ എസ്സേ കംപ്ലീറ്റ് ആവുക. ഓക്കെ, ഇത്രയാണ് ബോർ മോഡലിൽ വരാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ബോർ മോഡലിൻ്റെ ഡെഫിഷ്യൻസീസ് എന്തൊക്കെയാണ്, ഈ ബോർ മോഡലിലെ പോരായ്മകൾ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.